ശാശ്വതമായ വഴി അഥവാ ശാശ്വത ധർമ്മം ഉദ്ഘോഷിപ്പിക്കുന്ന എല്ലാ സംസ്കാരങ്ങളും ജീവിത രീതികളും പ്രദാനം ചെയ്യുന്ന ഒന്നാകുന്നു സനാതനധർമ്മം. ഈ സനാതനധർമ്മത്തിൽ ധാരാളം മഹത്തായ ഘടകങ്ങൾ ഉണ്ടാകുന്നു. അവയെല്ലാം ചേർന്ന മഹാസംസ്കാരമാകുന്നു സനാതനധർമ്മം അഥവാ ഹിന്ദു സംസ്കാരം. ഹിന്ദു സംസ്കാരത്തിലെ ഈ മഹത്തായ ഘടകങ്ങളിലെ പ്രഥമ ഘടകമാകുന്നു വേദങ്ങൾ. ആ വേദങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിക്കാണാം. ഹിന്ദുമതത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗ്രന്ഥമാകുന്നു വേദമെന്നത്. അറിവ് എന്നർത്ഥം വരുന്ന മഹത്തായ ഗ്രന്ഥം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെയാകുന്നു വേദങ്ങൾ. അവയിലെ പ്രധാന ഉപഘടകങ്ങളാകുന്നു ആരണ്യകങ്ങൾ, ബ്രാഹ്മണങ്ങൾ, സംഹിതകൾ, ഉപനിഷത്തുകൾ. ഇവയിൽ ആരണ്യകങ്ങൾ എന്നാൽ ആചാര അനുഷ്ഠാനങ്ങളും ത്യാഗങ്ങളും പ്രതീകാത്മകതയും എല്ലാം തന്നെ വിശദമാക്കുന്നു. അടുത്തതായി ബ്രാഹ്മണങ്ങൾ ആചാരങ്ങളും യാഗങ്ങളും എല്ലാം ചേർന്നവയാകുന്നു. സംഹിതകളാവട്ടെ മന്ത്രങ്ങളും ആശീർവാദങ്ങളും പറഞ്ഞു തരുമ്പോൾ, ഉപനിഷത്തുകൾ ധ്യാനം, തത്വം, ആത്മീയം എന്നിവയെക്കുറിച്ച് മനീഷികൾക്ക് പറഞ്ഞു നൽകുവാൻ ഋഷിവര്യന്മാർ രചിച്ചിരിക്കുന്നു. ഈ 4 ഘടകങ്ങൾ കൂടാതെ വേദങ്ങളുടെ ഉപവേദങ്ങളാകുന്നു ആയുർവേദം, ഗന്ധർവവേദം, ശിക്ഷ, വ്യാകരണം, ചന്തം, നിരുക്തം, ജ്യോതിഷം, കൽപ്പം, ധനുർവേദം, അർത്ഥശാസ്ത്രം എന്നിവ. ആയുർവേദം ഔഷധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഗന്ധർവവേദം നൃത്തം, സംഗീതം, ചിത്രരചന എന്നിങ്ങനെ തുടങ്ങുന്ന കലകളെക്കുറിച്ച് പറയുന്നു. ശിക്ഷയാവട്ടെ സംസാര ഭാഷയെക്കുറിച്ചുള്ളതും ആകുന്നു. വ്യാകരണം ഒരു ഭാഷയുടെ ഘടനാപരവും പ്രയോഗപരവുമായ നിയമങ്ങളുടെ ആകത്തുകയെ വിശദീകരിക്കുന്നു. ഛന്ദസ് എന്തെന്നാൽ ശക്തവും ദുർബലവുമായ മൂലകങ്ങളുടെ നിയന്ത്രിത തുടർച്ചയായി അല്ലെങ്കിൽ വിപരീതമോ വ്യത്യാസമോ ആയ അവസ്ഥയാൽ അടയാളപ്പെടുത്തുന്നതിലൂടെ താളം സൃഷ്ടിക്കുന്നു. അങ്ങനെയുള്ള അറിവ് പകരുന്നു അതിലൂടെ. നിരുക്തം എന്തെന്നാൽ ഓരോ വാക്കിൻ്റെയും ഉത്ഭവം എവിടെ നിന്നാകുന്നുവെന്ന് വിശദമാക്കുന്നു. ജ്യോതിശാസ്ത്രം നക്ഷത്ര സ്ഥിതിയെ വ്യക്തമാക്കുന്നു. കൽപ്പമാകട്ടെ നിയമത്തെയും പരിമിതികളെയും കുറിച്ചുള്ള അറിവ് പകർന്നു നൽകുന്നു. ധനുർവേദമാവട്ടെ പേരുപോലെ തന്നെ സർവ അസ്ത്രശസ്ത്ര യുദ്ധ അടവുകൾ പഠിപ്പിക്കുന്നു. അവസാനമായ അർത്ഥശാസ്ത്രം സകല തന്ത്രങ്ങളെക്കുറിച്ചും രാഷ്ട്രമീമാംസയെക്കുറിച്ചും പറഞ്ഞു നൽകുന്നു. ഇത്രയുമാകുന്നു വേദങ്ങളുടെ വിഭാഗം.